സാമ്പത്തിക ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിക്കുവാൻ പണം ആവശ്യമാണ്, നമുക്കതെല്ലാവർക്കും അറിയാം. എന്നാൽ പണമുണ്ട് എന്നതുകൊണ്ട് മാത്രം ജീവിതം ഉണ്ടാകണമെന്നില്ല. ഇഫ് യു കാൺ മാനേജ് യുവർ മണി, മണി വിൽ മാനേജ് യു എന്നാണ്. പണത്തെ നമുക്ക് കൈകാര്യം ചെയ്യാനാവുന്നില്ലെങ്കിൽ പണം കയറി നമ്മളെ കൈകാര്യം ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവർ, പ്രത്യേകിച്ച് കടം കയറി ഒളിച്ചോടിപ്പോയവർ, ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടിയവർ, ഇങ്ങനെ നിരവധി വ്യക്തിപരവും കുടുംബപരവുമായ അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് സമ്പത്ത് എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നത് അതൊരു വളരെ വലിയൊരു കലയാണ്, ശാസ്ത്രീയമായി അഭ്യസിച്ചെടുക്കേണ്ട കലയാണ്. കടം കയറി കൂട്ട ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങളെയൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പെട്ടെന്നുണ്ടായി കയറി വന്ന കടമല്ല. ഒരു അപകടമോ അല്ലെങ്കിൽ അപ്രതീക്ഷിത രോഗങ്ങളോ മൂലം വന്ന കടമാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം. പലപ്പോഴും മിസ്മാനേജ്മെൻറ്റ് ഓഫ് മണി, പണത്തെ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് അതിൻ്റെ പിന്നിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പണം ആസൂത്രണം ചെയ്യുക എന്നുള്ളതൊരു കലയാണെന്ന് ഞാൻ പറഞ്ഞു, ശാസ്ത്രീയമായി അഭ്യസിച്ചെടുക്കേണ്ട കലയാണ്. അതിനാൽ തന്നെ അത് കലയും ശാസ്ത്രവുമാണ്. വിവിധ കോളേജുകളിലായിട്ട് 5 കലാലയങ്ങളിലായിട്ട് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ച അധ്യാപിക എന്നുള്ള നിലയിൽ, ഇന്നും സാമ്പത്തിക ശാസ്ത്ര ഗവേഷണ ഗൈഡ് എന്ന നിലയിൽ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട അനേകം പുസ്തകങ്ങൾ എഴുതുകയും കോളംനിസ്റ്റ് ആവുകയും ധാരാളം പ്രഭാഷണം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പരമ്പരയിലേക്ക് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ആമുഖ പരമ്പരയിൽ പണത്തോടുള്ള നമ്മുടെ മനോഭാവവുമായിട്ട് ബന്ധപ്പെട്ട 4 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കൂട്ടർ പണത്തെപ്പറ്റി എപ്പോഴും ജാഗരണപ്പെടുന്നവരാണ്. അവർ പലപ്പോഴും അസ്വസ്ഥരാണ്. എൻ്റെ കയ്യിൽ മാത്രം കാശില്ല, ബാക്കി എല്ലാവരുടെയും കയ്യിൽ കാശുണ്ടെന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പണമിടപാടുകൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാനും പരിശ്രമിക്കാറുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരിൽ നിന്ന് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അവർ മറച്ചു പിടിക്കും. അവർക്ക് പലപ്പോഴും അസ്വസ്ഥമായ രാവുകളും ദിനങ്ങളുമായിരിക്കും മുന്നിലുള്ളത്. കുട്ടിക്കാലത്ത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചവരായിരിക്കാം ഇവരിൽ ചിലർ. സാമ്പത്തിക ഇടപാട് മൂലം കൈ പൊള്ളിയവരിനകത്തുണ്ടാകാം. ആരെങ്കിലും വഴി സാമ്പത്തിക മേഖലയിൽ ചതിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരുണ്ടാകാം. പക്ഷേ എന്നാൽ അവരുടെ സംസാരത്തിലാകട്ടെ പണം എനിക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള മട്ടിൽ സംസാരിക്കും. പക്ഷേ ഈ കൂട്ടർ അനുഭവിക്കുന്ന ഒരു പിരിമുറുക്കം അവരുടെ ബന്ധങ്ങളിലും ഇടപെടലുകളിലുമൊക്കെ ഒരു ഭാരം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തൊരു കൂട്ടരുണ്ട്, പണത്തെ വർജിക്കുന്നവർ. പണത്തെക്കുറിച്ച് അധികം സംസാരിക്കരുതെന്ന് എന്നോട് ചിലർ പറയാറുണ്ട്. കാരണം പണം പിശാചാണ്, സകല തിന്മയുടെ ഉറവിടമാണ്, പണമാണ് എല്ലാത്തിൻ്റെയും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് പണം ഒരു പ്രശ്നമേ അല്ല എന്നുള്ള മട്ടിൽ വർജിക്കുന്നവർ. ചെറിയ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വന്നവരായിരിക്കും ഇവർ. പലപ്പോഴും പണക്കാരോട് അല്ലെങ്കിൽ സമ്പത്തുള്ളവരോട് വലിയ അസ്വസ്ഥതയും അസൂയമുള്ളവരായിരിക്കും ഇവർ. മാത്രവുമല്ല, ഇവരുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്തെ ചില ഓർമ്മകളും അല്ലെങ്കിൽ ചില പിരിമുറുക്കങ്ങളും ഒക്കെ കാരണം അധ്വാനിക്കാനോ പണം സമ്പാദിക്കാനോ വിമുഖതയുള്ളവരുമായിരിക്കും. എന്തിനാ കഷ്ടപ്പെടുന്നത്, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, എന്തിനാ ഇത്ര അധ്വാനിക്കുന്നത്, മനുഷ്യന് ഒരു ചാൺ വയറല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരെ കാണാൻ പറ്റും. അവർ ഈ കൂട്ടരാണ്. മാത്രവുമല്ല, ചിലരെങ്കിലും ആത്മീയ തലത്തിലേക്ക് വന്നതിന് ശേഷം ഭാര്യയുടെയോ മക്കളുടെയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ദൈവം നോക്കിക്കോളും പറഞ്ഞുകൊണ്ട് ദൈവമെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി അങ്ങനെ ജീവിക്കുന്ന ഈ കൂട്ടർ. അതിനേക്കാളും രസകരം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ മാത്രം സന്മാർഗത്തിലാണ്, വളരെ കൃത്യമായ നീതിയുള്ളവർ. ബാക്കി കാശുണ്ടാക്കിയവരെല്ലാം
അക്രമത്തിലൂടെ, അധർമ്മത്തിലൂടെ, തെറ്റായ മാർഗത്തിലൂടെയാണ് എന്നാണ് പറയും. അങ്ങനെ മറ്റുള്ളവരെ വിമർശിച്ചും പണത്തെ കുറ്റപ്പെടുത്തിയും കഴിഞ്ഞുകൂടുന്ന രണ്ടാമത്തെ കൂട്ടർ. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടർ ഇതിനേക്കാളും ഭീകരരാണ്. അവർ പണത്തെ ആരാധിക്കുന്നവരാണ്. പണമാണ് അവർക്കെല്ലാം. ഉള്ളിൽ ഉറക്കത്തിൽ എങ്ങനെ കാശുണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. മരണവീട്ടിൽ ചെന്നാൽ പോലും അവരടുത്ത വീട്ടിൽ ആ പറമ്പിൻ്റെ സെൻറ്റിന് എന്താ വിലയെന്നായിരിക്കും അവരാലോചിക്കുന്നത്. അപ്രകാരം ഏത് സമയം പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന, പണത്തെ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നവരാണ് അവർ. കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിലൊക്കെ പണമുള്ളവരുമായിട്ടായിരിക്കും ഒരു കൂട്ടുകൂടുന്നത്. പണക്കാരായിട്ടുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് സെൽഫി എടുക്കാനും ആ ഫോട്ടോ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ ഇടാനും ഒക്കെ വളരെയധികം ഉത്സാഹിക്കുന്ന കാണാൻ പറ്റും. പണമില്ലാത്തവരോട് ഇവർക്ക് വളരെ പുച്ഛവുമാണ്. അവനെയൊക്കെ എന്തിനു കൊള്ളാം, എന്നെ കണ്ടു പഠിക്കുക. ഒരുതരം പ്രദർശന മനോഭാവം. എക്കണോമിക്സിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ പറയുന്ന ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയും. തനിക്കില്ലാത്തത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വെമ്പലും ഇവർ കാട്ടിക്കൂട്ടും. ഇവരുടെ വീടുകളിലോട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇവർ അടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഒരു ഷോ ഓഫാണ്, മൊത്തത്തിലൊരു ഷോയാണ് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. പ്രദർശന മനോഭാവം എന്ന് പറയും. തങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കുവാനോ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യഗ്രത ഇവർക്കുണ്ട്. ഇവരുടെ ജീവിതത്തിലുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾക്കെല്ലാം ഇവർ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കും. അവർ കാരണം, എൻ്റെ ഭാര്യ വീട്ടുകാർ കാരണം, എൻ്റെ ഭാര്യയുടെ അപ്പൻ അങ്ങനെ ചെയ്തുകൊണ്ട്, എൻ്റെ ഭാര്യയുടെ ആങ്ങളമാരെന്നെ ചതിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അളിയന്മാർ എന്നോട് ഇങ്ങനെ പെരുമാറിയതുകൊണ്ട്, ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക നഷ്ടങ്ങൾക്കും അവർ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് പണം വളരെയധികം ആരാധിക്കുന്ന പോലത്തെ ഒരു വിഷയമായതുകൊണ്ടാണ്. മാത്രമല്ല ഈ കൂട്ടർ വളരെ ജാഗ്രതയുള്ളവരാണ്. ഊണിലും ഉറക്കത്തിലും സമ്പാദ്യവും കണക്കും ഒക്കെ നോക്കുന്നവരാണ്. രാത്രിയിൽ നിന്ന് ഡയറി എടുത്ത് വെച്ചുകൊണ്ട് വരവ് ചിലവ് കണക്കെല്ലാം എഴുതി ഇടയ്ക്കിടയ്ക്കൊക്കെ കാശൊക്കെ എണ്ണി നോക്കി ബാങ്ക് ബാലൻസൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഭയങ്കര പണത്തോട് വല്ലാത്ത ഒരു ആരാധനാ മനോഭാവത്തോടുകൂടി. മാത്രമല്ല നമ്മൾ കണ്ടിട്ടില്ലേ, ചിലർക്കൊക്കെ കിടന്നാൽ ഉറക്കം വരത്തില്ല, അലമാരി പൂട്ടി താക്കോൽ കൊണ്ടുവന്ന് തലേണയുടെ അടിയിൽ വയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കും അത് അവിടെ തന്നെ ഉണ്ടോയെന്ന്. ഇങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുക, അവിടെ കൊടുക്കുക. ഇങ്ങനെ പണത്തെക്കുറിച്ച് ആകെ അസ്വസ്ഥമാകുന്ന ഇവർ പണത്തെ പൊങ്ങച്ചത്തിന് ഉപയോഗിക്കുന്നവരാണ്, പൊങ്ങച്ചം കാണിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പണക്കാരായിട്ടുള്ളവരൊക്കെ ഇതിനകത്ത് പെടാറുണ്ട്. പെട്ടെന്ന് പണക്കാരായിട്ടുള്ളവർ നമ്മൾ ഈ 3 കാറ്റഗറി ആൾക്കാരെ കണ്ട് 3 വിഭാഗവും പണത്തെ അതിൻ്റേതായ പക്വതയിൽ സമീപിക്കാത്തവരാണ്. നമ്മൾ 4ാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ എപ്പിസോഡിലേക്ക് വരുന്നത്. 4ാമത്തെ ഒരു വിഭാഗം പണത്തെ സൃഷ്ടിപരമായി കാണുന്നവരാണ്, സുവിശേഷാത്മകമായി കാണുന്നവരാണ്. പണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ സാമ്പത്തികശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷനൊക്കെ ഇങ്ങനെ പറയും, പണത്തിൻ്റെ ഡെഫിനിഷൻ. നമ്മളിവിടെ ആ രീതിയിലുള്ളൊരു പണത്തെക്കുറിച്ചുള്ള ക്ലാസ്സിലല്ല ഇരിക്കുന്നത്. പണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണി ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗോഡ്. പണം ദൈവത്തിൻ്റെ ഔദാര്യമാണ്. നമ്മൾ പണത്തിൻ്റെ കസ്റ്റോഡിയൻ, കാവൽ സൂക്ഷിപ്പുകാർ മാത്രമാണ്. സ്റ്റുവേർഡ്ഷിപ്പ് എന്നുള്ള വാക്കാണ് സഭാ പഠനങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. കാര്യസ്ഥൻ, വിശ്വസ്തനായ കാര്യസ്ഥൻ. ദൈവമാണ് പണത്തിൻ്റെ ഉറവിടം. ദൈവമാണ് പണം നമുക്ക് നൽകുന്നത്. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബൈബിൾ പാസേജ് വായിക്കുന്നത് ഉചിതമായിരിക്കും. നിയമാവർത്തന പുസ്തകം 8ാം അധ്യായം, ബൈബിളിലെ 5ാമത്തെ പുസ്തകം. നിയമാവർത്തന പുസ്തകത്തിലെ 8ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഞാനിന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിലും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ, കണ്ടോ, കർത്താവ് വാഗ്ദാനം ചെയ്യണം, നിങ്ങളുടെ ജീവിതം സമ്പന്നമാകും. സ്വർണവും വെള്ളിയും നല്ല വീടുകളും എല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും.
സമൃദ്ധി ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് മറക്കുന്ന ദൈവത്തെയാണ്. ദാരിദ്ര്യമുണ്ടാകുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് ഓർക്കുന്നതും ദൈവത്തെയാണ്. കർത്താവ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തെ ഞാൻ ഇങ്ങനെയെല്ലാം കൈപിടിച്ചുയർത്തുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മറക്കരുത്. 17-18 വാക്യങ്ങളും കൂടി നമുക്ക് വായിക്കുന്നത് മനോഹരമായിരിക്കും. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ പോലും നിങ്ങൾ പറയരുത്. ചില ആളുകളെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, ഇതെങ്ങനെ ചിലവാക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ അഹങ്കരിക്കുന്ന ധാരാളം മനുഷ്യരെ നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടുമുട്ടുന്നുണ്ട്. പണത്തിനോടുള്ള നമ്മുടെ യഥാർത്ഥ സമീപനം, അധ്വാനിക്കാൻ ദൈവമാണ് നമുക്ക് സാധ്യതകൾ തരുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. ചിലർ കായിക ശക്തി കൊണ്ട്, ചിലർ ബുദ്ധിശക്തി കൊണ്ട്, ചിലർ ചില കഴിവുകൾ കൊണ്ട്, അല്ലേ? ഈ ബുദ്ധിശക്തിയും കാഴ്ചശക്തിയും അല്ലെങ്കിൽ അറിവും ഓർമ്മശക്തിയും എല്ലാം നമ്മളെപ്രകാരമാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. ദൈവം തന്ന കഴിവുകൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ പണമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പണത്തിൽ അഹങ്കാരത്തിന് വകുപ്പില്ല. ഏതൊരു വ്യക്തി, ഏതൊരു കുടുംബം പണത്തിൽ അഹങ്കരിച്ചിട്ടുണ്ടോ തകർന്നിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകർ സാമ്പത്തിക ചരിത്രവും കൂടി പഠിക്കുന്നവരാണ്. കുടുംബങ്ങളുടെ, വ്യക്തികളുടെ, സർക്കാരിൻ്റെ, സംവിധാനങ്ങളുടെയൊക്കെ സാമ്പത്തിക ചരിത്രം പഠിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നാറുണ്ട്. ഇതുപോലെ അഹങ്കരിക്കുന്ന ചില കുടുംബങ്ങളിലെ പണം ഒരു 30 വർഷത്തിനപ്പുറത്തോട്ട് പോകുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും സമ്പന്നന്മാരെന്ന് വിചാരിച്ചിരുന്ന പല കുടുംബങ്ങളും തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. നിസ്സാരരെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പലരും സാമ്പത്തികമായി വല്ലാതെ ഉയരുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു കരവേല, ഒരു കയ്യൊപ്പ് ഈ മേഖലയിലുണ്ട്. അതുകൊണ്ടൊരു മിഷനറി ചൈതന്യത്തോടു കൂടി വേണം പണത്തെ കൈകാര്യം ചെയ്യാൻ. എന്താണൊരു മിഷനറി ചൈതന്യമെന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവം എനിക്ക് കാണിച്ചു തന്ന ഭൂമി, ദൈവം എന്നെ പഠിപ്പിച്ച തൊഴിൽ, ദൈവം എനിക്ക് തന്ന ഒരു ജീവിതമാർഗം, ഇങ്ങനെ പണത്തെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുക. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ധനികനായൊരു വ്യക്തിയുടെ ഉപമയെക്കുറിച്ച് കർത്താവ് പറയുന്നിടത്ത് ഭോഷ എന്നയാളെ വിളിക്കുന്നുണ്ട്. യു ഫൂൾ എന്നാണ് വിളിക്കും. ഭോഷ, യു ഫൂൾ. ഹു ഈസ് എ ഫൂൾ ബിഫോർ ഗാഡ്? ആരാണ് ദൈവസന്നിധിയിൽ ഭോഷൻ? ആ ഉപമ മനോഹരമാണ്. നമ്മൾ വായിച്ചു നോക്കുമ്പോഴും ആ ഉപമയിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഒരാൾ കൃഷി ചെയ്തു, ധാരാളം വിളവുണ്ടായി. ധാരാളം വിളവുണ്ടായപ്പോൾ അയാൾ സ്വയം ചിന്തിച്ചു, ഞാൻ എൻ്റെ അറപ്പുരയൊക്കെ പൊളിച്ചു പണിയും, എൻ്റെ ധാന്യമെല്ലാം ഞാനവിടെ നിക്ഷേപിക്കും, എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ തിന്ന് കുടിച്ച് ആനന്ദിക്കുക. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക. എന്നാൽ കർത്താവ് രാത്രിയിൽ അവനോട് പറഞ്ഞു, യു ഫൂൾ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ല എക്കണോമിക് പ്ലാനിംഗ് ഉള്ള മനുഷ്യൻ, സാമ്പത്തിക ആസൂത്രണമുള്ള മനുഷ്യൻ. പിന്നെ എന്തിന് കർത്താവ് മനുഷ്യനെ ഫൂളെന്ന് വിളിച്ചു? ഒറ്റ കാര്യമേ ഉള്ളൂ, ഹി പ്ലാൻസ് ഫോർ ഹിംസെൽഫ്. പ്ലാനിങ് ഈസ് ഗുഡ്, ബട്ട് പ്ലാൻ വിത്ത് ഗോഡ്. ഞാനൊരിക്കലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഇംഗ്ലീഷ് സെക്ഷനിലും ഈ ഭാഗമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ വന്നുകൂടി. എന്നോട് പറഞ്ഞു, ടീച്ചറെ, ഞാൻ കർണാടക യൂണിവേഴ്സിറ്റിയുടെ ബിടെക് 1ാം റാങ്കുകാരനാണ്. ഇപ്പോൾ ഞാൻ എംടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എംടെക്കിനും ഫസ്റ്റ് റാങ്ക് മേടിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി വളരെ കാര്യമായിട്ട് ആസൂത്രണം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ പറഞ്ഞത് കേട്ടാൽ തോന്നും പ്ലാനിങ് ഒന്നും വേണ്ട, ദൈവം എല്ലാം കറക്റ്റ് സമയത്ത് ശരിയാക്കിക്കൊള്ളുമെന്ന്. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിനക്ക് എംടെക്കിനും ഫസ്റ്റ് റാങ്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ചിട്ടയും അധ്വാനവും അതിൻ്റെ പിന്നിലുള്ള എല്ലാ പരിശ്രമവും വേണം. ബട്ട് പ്ലാൻ വിത്ത് ഗോഡ്. ദൈവം ആഗ്രഹിക്കുമെങ്കിൽ എനിക്ക് എംടെക്കിന് റാങ്ക് കിട്ടും. ചില കുട്ടികളൊക്കെ എന്നോട് വന്നിച്ച് പരീക്ഷയാകുമ്പം പറയും, മിസ്സെ പ്രാർത്ഥിക്കണമേ എന്ന് പറയും. ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിച്ച കുഴപ്പമാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ.
ദൈവമേ ഓരോരുത്തരെയും അവരുടെ അധ്വാനത്തിനനുസരിച്ച് അനുഗ്രഹിക്കണമെന്ന്. അയ്യോ അങ്ങനെ പ്രാർത്ഥിക്കല്ലേ മിസ് എന്ന് പറയും. ഓരോരുത്തരെയും അവരുടെ, അതായത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവം അതിന്മേൽ ഉപരിയായി പ്രവർത്തിക്കുന്നത്. ഇഫ് യു ഡു ദ നാച്ചുറൽ തിങ്സ് ഗോഡ് വിൽ ഫുൾഫിൽ ഇറ്റ് വിത്ത് ദ സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് എന്നാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിമാനുഷികമായിട്ട് അതിന്മേൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇങ്ങനെയാണ് പണം വർദ്ധിക്കുന്നതും നമ്മൾ വലുതാകുന്നതുമൊക്കെ. അതേ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ ഈ പ്ലാനിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യങ്ങൾ, അല്ലെങ്കിൽ ആ ഭാഗത്ത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ലൂക്കാ സുവിശേഷകൻ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് ഈ അധ്വാനത്തിൻ്റെ നന്മ എന്നൊക്കെയുള്ളത്. നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് വായിച്ച് കേൾക്കാം. ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് വിശദമാക്കുന്ന ഭാഗത്താണ് കഥ ഇപ്രകാരം പറയുന്നു. 28 മുതലുള്ള വാക്യങ്ങൾ. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്നതിൻ്റെ ചിലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോടുള്ള യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? പ്ലാനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവാണ് പ്ലാനിങ്, ആസൂത്രണം ചെയ്യുക എന്നുള്ളത്. സാമ്പത്തികമായി ആസൂത്രണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ പരമ്പരയിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. 1, ദൈവമേൽപ്പിച്ച പണത്തെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ഇറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അംഗീകരിക്കുക, അക്സെപ്റ്റ് ഇറ്റ്. 2, നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങളോ അല്ലെങ്കിൽ പണം മാത്രമല്ല, സ്വത്തോ സമൃദ്ധി മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്ന് പറയും. നശിപ്പിക്കാൻ പാടില്ല. ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന, ചിലപ്പോൾ പിതൃസ്വത്തായിട്ട് കിട്ടിയിരിക്കുന്ന വീടാകാം, മറ്റെന്തെങ്കിലുമൊക്കെ ആകാം, സംരക്ഷിക്കുക. 3, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചെടുക്കുക. താലന്തുകളുടെ ഉപമയിലോട്ടൊക്കെ നമ്മൾ വരുമ്പോൾ അതല്ലേ മനസ്സിലാകുന്നത്. 4, വിവേകപൂർവ്വം അതിനെ ഉപയോഗിക്കുക. അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തെ വിവേകപൂർവ്വം എങ്ങനെ ഉപയോഗിക്കാം. 5, അടുത്ത തലമുറയ്ക്കായിട്ട് എങ്ങനെ ഇത് കൈമാറാൻ പറ്റും. ഈ ഒരു 5 മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വീകരിക്കുക, സംരക്ഷിക്കുക, വളർത്തുക, ചെലവാക്കുക, ട്രാൻസ്ഫർ ചെയ്യുക, കൈമാറ്റം ചെയ്യുക. ഇതെല്ലാം ഒരു മിഷണറി ചൈതന്യത്തോടു കൂടി വേണം നമ്മൾ ചെയ്യുവാൻ. ബിൽ ഗേറ്റ്സിൻ്റെ ഒരു വരിയോടുകൂടി ഞാനിത് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബിൽ ഗേറ്റ്സ് പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം വരുമ്പോൾ നിങ്ങളാരാണെന്ന് നിങ്ങൾ മറന്നുപോകും. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തപ്പോൾ നിങ്ങളാരാണെന്ന് മറ്റുള്ളവരും മറന്നുപോകുന്നു.